നമസ്കാരം. പ്രധാന വാർത്തകൾ. പാകിസ്ഥാനുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു. എന്നാൽ അതിനു മുൻപ് തീവ്രവാദത്തെ രാജ്യത്തിന്റെ നയരൂപീകരണത്തിനുള്ള ഉപകരണമാക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള തീവ്രവാദമാണ് ഇന്ത്യ നേരിടുന്ന മുഖ്യ പ്രശ്നമെന്നും ഡോക്ടർ സിംഗ് പറഞ്ഞു. G20 ഉച്ചകോടിക്കിടെ പിറ്റ്സ്ബർഗിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് ഇന്ത്യയിലാണെങ്കിലും ഗൂഢാലോചന നടന്നത് പാകിസ്ഥാനിലാണ്. ഇതു സംബന്ധിച്ച തെളിവുകൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള അന്വേഷണവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡോക്ടർ സിംഗ് പറഞ്ഞു. കേരളത്തിൽ പോലീസിനുള്ളതിനേക്കാൾ ഏറ്റവും മികച്ച ആയുധങ്ങൾ കുറ്റവാളികളുടെ കയ്യിലുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ സംഘടനകളും ഇടതുപക്ഷ തീവ്രവാദികളും ഉയർത്തുന്ന ഭീഷണികളാണ് വിവിധ സംസ്ഥാനങ്ങൾ നേരിടുന്നത്. റോഡപകടങ്ങൾ കൂടിയതിനാലാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നിരീക്ഷണത്തിൽ കേരളം കുറ്റകൃത്യങ്ങൾ കൂടുതലുള്ള സംസ്ഥാനമായതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് ആക്ട് 1 വർഷത്തിനകം നവീകരിക്കും. ഇതിന്റെ കരട് ഉടൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കും. കടലോരങ്ങളുടെ സുരക്ഷ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ശ്രീ കോടിയേരി ആവശ്യപ്പെട്ടു. മുഴുവനായി ഏറ്റെടുക്കാനായില്ലെങ്കിൽ 50% കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ദിവാൻ ഭരണത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന് എതിരെ അക്ഷരം അഗ്നിയാക്കിയ പോരാളിയായിരുന്നു സ്വദേശാഭിമാനിയെന്ന് മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകർക്ക് മാതൃകയാണ് അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനി പ്രതിമ പുനർസമർപ്പണം ചെയ്ത ശേഷം അനുസ്മരണ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. വക്കം മൗലവിയെ സ്മരിക്കാതെ സ്വദേശാഭിമാനിയെ ഓർക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ രാമകൃഷ്ണപിള്ള സാമൂഹ്യ പരിഷ്കർത്താവ്, ജീവചരിത്രകാരൻ, കഥാകൃത്ത്, പത്രാധിപർ എന്നീ മേഖലകളിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വദേശാഭിമാനിയുടെ ധീരമായ പ്രവർത്തനങ്ങൾ പുതിയ തലമുറ മനസ്സിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു. മാധ്യമങ്ങൾ തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ശ്രീ ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. 1 മാറാട് കലാപത്തിലെ തീവയ്പുമായി ബന്ധപ്പെട്ട കേസിൽ 10 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 18,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 11ാം പ്രതി സീമ മുണ്ടകത്ത് ഗഫൂർ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടു. സൈനുദ്ദീൻ, സാലി, അസ്കർ, കുഞ്ഞിമോൻ, നാഫി, നിസാർ, റാഫി, കോയമോൻ, ലത്തീഫ്, യൂനസ് എന്നിവരെയാണ് പ്രത്യേക കോടതി ജഡ്ജി പ്രസന്നകുമാരി ശിക്ഷിച്ചത്. 1ാം മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് 61 കേസുകളാണ് കോടതിക്ക് മുൻപാകെയുള്ളത്. കേരള സർവകലാശാലയുടെ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റൽ കെട്ടിടം ഭാഗികമായി തകർന്ന് ഒരു വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഹോസ്റ്റലിന്റെ പഴയ ബ്ലോക്കിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. കാലപ്പഴക്കമാണ് കെട്ടിടം തകരാൻ കാരണമെന്നറിയുന്നു. നവരാത്രി ആഘോഷങ്ങളുടെ അവധിയായതിനാൽ വിദ്യാർത്ഥിനികൾ സ്ഥലത്തില്ലാതിരുന്നത് മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ചാവേർ ബോംബ് സ്ഫോടനങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ബന്നു ടൗണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ചാവേറുകൾ ആദ്യ ആക്രമണം നടത്തിയത്. ഈ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ പെഷവാറിലെ സൈനിക ആശുപത്രിക്ക് സമീപം വ്യാപാര സമുച്ചയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ജനനിബിഡ മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഇപ്പോൾ ന്യൂയോർക്കിലുള്ള പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സ്ഫോടനങ്ങളെ അപലപിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിന് 276 റണ്ണിന്റെ വിജയലക്ഷ്യം. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 79 റൺസെടുത്ത ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിന്റെയും 46 ബോളിൽ നിന്ന് 73 റൺസെടുത്ത ജോൺസന്റെയും ബാറ്റിംഗ് മികവാണ് ഓസ്ട്രേലിയയ്ക്ക് അടിത്തറയായത്. ഇതോടെ പ്രധാന വാർത്തകൾ കഴിഞ്ഞു. വിശദമായ വാർത്തകൾ